Dear students, so in this class we have to discuss some problems under short-term capital gain and also the long-term capital gain, how to calculate the long-term capital gain. Okay, so let me start. First problem under this case is Mr. Sundar sold a building on 3rd February 2020 for rupees 11,35,000 and paid a brokerage of rupees 15,000. He acquired the asset on 15th May 2018 at a cost of rupees 4,35,000. Calculate short-term capital gain. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മളോട് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില സിറ്റുവേഷനിൽ അങ്ങനെ അത് തരണമെന്നില്ല. നമ്മളോട് ഒരു അസറ്റിന്റെ ട്രാൻസ്ഫറിന്റെ കേസ് പറയും, എന്നിട്ട് നമ്മൾ അത് ഡിസൈഡ് ചെയ്യണം വെദർ ഇറ്റ് ഇസ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ഇറ്റ് ഇസ് ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ബേസ്ഡ് ഓൺ ദി ഹോൾഡിംഗ് ഓഫ് ദി അസറ്റ്. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് 36 മന്തിൽ കുറവാണ് എങ്കിൽ അത് ഷോർട്ട് ടേം എന്നും, അതിൽ കൂടുതൽ മോർ ദാൻ 36 മന്ത് വരുവാണെങ്കിൽ നോർമലി ഒരു അസറ്റിന്റെ കേസിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും പറയുന്നുണ്ട്. ഈ ഷെയർസ് അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ അവിടെ 12 മന്ത് ആയിട്ട് മാറും. അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അപ് ടു 12 മന്തും 12 മന്തിൽ കൂടുതലാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ പറയുന്നത് സുന്ദർ സോൾഡ് എ ബിൽഡിംഗ് ഓൺ 3rd February 2020 for rupees 11,35,000. അപ്പം ഫെബ്രുവരിയിൽ എന്ത് ചെയ്തു? 2020 ഫെബ്രുവരിയിൽ 11,35,000 രൂപയ്ക്ക് അസറ്റ് സെയിൽ ചെയ്തു. അതിനൊരു ബ്രോക്കറേജ് 15,000 പേ ചെയ്തിട്ടുണ്ട്. ഈ അസറ്റ് അക്വയർ ചെയ്തത് May 2018 ആണ്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4,35,000 ആണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഇനി നോക്കണ്ട, ഇങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എത്ര പീരീഡ് അത് അക്വയർ ചെയ്തു. 2018 മെയിൽ അക്വയർ ചെയ്തിട്ട് 20 ആയപ്പോഴത്തേനും അത് സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 19 മെയ് 1 ഇയർ ആവും, 20 മെയ് ആയിട്ടുള്ള അതിന് സെയിൽ ചെയ്തപ്പോൾ അത് 36 മന്തിൽ കുറവാണ്. സോ ഇറ്റ് ഇസ് ഓഫ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ദെൻ ദ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇസ് കാൽക്കുലേറ്റഡ് by using full value of consideration. അല്ലെ, അതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ് അതും, അതുപോലെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്, ദെൻ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ, ഈ 3 കാര്യങ്ങളും ആഡ് ചെയ്ത് അന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. നോക്കാം, നമുക്ക് ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 11,35,000 ആണ്. അത്രയും രൂപയാണ് അയാൾക്ക് അത് സെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സെയിൽസ് പ്രൊസീഡ്സ് ആണ് എന്നുള്ളത്. അതിന്റെ സെയിൽ പ്രൊസീഡിനെയാണ് നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അതിന്റെ സെയിൽ പ്രൈസ് നമ്മൾ നോക്കി ഇത്ര എമൗണ്ട് ആണ് അത് സെയിൽ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത് എടുത്തു. ദെൻ പിന്നെ അടുത്ത് എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 4,35,000 ആണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അത് നമ്മളോട് ഡയറക്ട്ലി അവർ പറയുന്നുണ്ട്. പിന്നീട് പേ ചെയ്തിട്ടുള്ളത് ഒരു ബ്രോക്കറേജ് ആണ്. അതിന്റെ സെയിലിന്റെ സമയത്ത് ഒരു ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫറിന്റെ സമയത്ത് വന്നിട്ടുള്ള ഒരു ബ്രോക്കറേജ് ആണ്, അതും എടുത്തു. സോ 4,35,000 plus 15,000. So it will be deducted from the full value of consideration. So the value of short-term capital gain in this question is 6,85,000. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി വേറൊരു കേസ് നോക്കാം നമുക്ക്. ഇത് ഡിഫറെന്റ് ഒരു സിറ്റുവേഷൻ ആണ്. മിസ്റ്റർ സുന്ദർ ബോട്ട് 4,000 equity shares in a company on 16th August 2018 at a cost of rupees 23 per share. He also paid a brokerage of rupees 2 per share. On 14th June 2019, he sold 3,000 shares at rupees 35 per share and paid a brokerage of rupees 1 per share. Compute capital gain. അപ്പൊ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മളോട് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ വെദർ ഇറ്റ് ഇസ് എ ലോങ് ടേം ഓർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ഷെയറിന്റെ കേസാണ്. അപ്പൊ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഷെയറിന്റെ കേസിൽ നമ്മൾ അവിടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ആ 2 കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ വേണ്ടത്. അപ്പൊ ഇവിടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എങ്ങനെയാണ്? ഈ ഒരു കേസ് ആകുമ്പോൾ അവിടെ 12 മന്ത് അല്ലെ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 12 മാസത്തിൽ കുറവാണ് അത് കൈവശം വെക്കുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? മോർ ദാൻ 12 മന്ത് ആണ്. ഇവിടെ 36ന് പകരം നമ്മൾ 12 മന്ത് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്
4,000 ഇക്വിറ്റി ഷെയർസ് ആണ് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 23 per ഷെയർ ആണ്. അതുപോലെ ഒരു ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട് അത് അക്വയർ ചെയ്യുന്ന സമയത്ത്. Then 14th June 2019 അതിൽ 3000 ഷെയർ സെയിൽ ചെയ്തു. 35 per ഷെയർ ആണ്. അവിടെ ബ്രോക്കറേജ് ₹1 per ഷെയർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കണം ഇത് എത്രയാണ് പീരിയഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 2018 ആണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. ജൂൺ 2019 അത് സെയിൽ ചെയ്തു. അപ്പൊ ഓഗസ്റ്റ് 2019 ആയാലും അത് 1 year ആവുള്ളൂ, 12 month ആവുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു കേസ് എന്താണ്, ഇതിപ്പോ നമ്മളിത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അറിയാം അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുള്ളത്. പക്ഷെ നമ്മൾ അടുത്ത ഒരു ഗെയിനും കൂടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവരുത്, ഇത് എന്താന്നുള്ളത് നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. സോ ഇൻ ദിസ് കേസ് ദിസ് ഇസ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ബിക്കോസ് ആസെറ്റ് ഈസ് ഹെൽഡ് ഫോർ ലെസ് ദാൻ 12 months അല്ലെ, 12 മാസത്തിൽ കുറവാണ് അത് കൈവശം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫറും മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇതിൽ 4000 ഷെയർസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്, അതിൽ 3000 ഷെയർ ആണ് സെയിൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എത്രയാ വരിക, അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, 3000 ഷെയർ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ആ 3000 ഷെയറിന് 35 rupees വെച്ചിട്ടാണ് നമ്മൾ സെയിൽ പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അതിനോട് കൂടി അത് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ₹1 എന്ത് ചെയ്തിട്ടുണ്ട് പെർ ഷെയറിന് ബ്രോക്കറേജും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അതിന് മൈനസ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റ് അതിന് മൈനസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്കൊരു ഗെയിൻ ഉണ്ട്, പക്ഷെ ആ ഗെയിൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്, അത് നമ്മൾ അതിന് മൈനസ് ചെയ്യും, എന്നിട്ടാണ് ആക്ച്വൽ ഗെയിൻ കാണുന്നത്. അതാണ് അതിന്റെ ഒരു സെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫറും ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ്, അപ്പൊ നമ്മൾ ഈ 3000 ഷെയർ ആണ് സെയിൽ ചെയ്തിട്ടുള്ളത്, അപ്പൊ ബാക്കി 1000 ഷെയർ അവിടെ തന്നെ ഉണ്ട്. അപ്പം ഈ 3000 ഷെയർ നമ്മൾ വാങ്ങിച്ചത് എത്രയാണെന്ന് നോക്കണ്ട, അവിടെ 4000 ഷെയർസ് ഉണ്ട്, പക്ഷെ നമ്മൾ 3000 ഷെയർ മാത്രമേ സെയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 3000 into 23 ആണ്. ഓക്കെ, ദെൻ പിന്നെ അവിടെ എന്തുകൂടെ വന്നിട്ടുണ്ട്, അവിടെ ഒരു ബ്രോക്കറേജ് നമ്മൾ 2 per ഷെയർ കൊടുത്തിട്ടുണ്ട്. 3000 into 2, 6000 അവിടെ ബ്രോക്കറേജ്. ഓക്കെ, അപ്പൊ ടോട്ടൽ 1,02,000 minus 75,000 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 27,000 is the short term capital gain in this case. ക്ലിയർ? ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ട് സിറ്റുവേഷൻ ആണ് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? നെക്സ്റ്റ് നമുക്ക് അതിനോട് കൂടെ വരുന്ന ചെറിയൊരു ടോപ്പിക് ആണ് ഡിപ്രീഷ്യബിൾ അസറ്റ് ആസ് പെർ സെക്ഷൻ 50. അതായത് ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇഫ് ആൻ അസറ്റ് ഹാസ് സോൾഡ് എ ക്യാപിറ്റൽ അസറ്റ് ഫോമിംഗ് പാർട്ട് ഓഫ് അസറ്റ്സ് അല്ലെ, ബിൽഡിംഗ് മെഷീനറി, അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഒരു ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്യാണ്, ആൺ വിച്ച് ഡിപ്രീസിയേഷൻ ഹാസ് ബീൻ അലൗഡ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് അല്ലെ. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നമുക്ക് അതിന്റെ ഡിപ്രീസിയേഷനും നമുക്ക് അലൗബിൾ ആണ്. ദെൻ ദ ഇൻകം അറൈസിംഗ് ഫ്രം സച്ച് ക്യാപിറ്റൽ അസറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ അത്തരത്തിലുള്ള അസറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗെയിനെ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യുവേഷൻ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നോക്കുക, ദ ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് ഓൺ 1st April ഓഫ് ദി റെലവന്റ് പ്രീവിയസ് ഇയർ. അപ്പൊ ആ റെലവന്റ് ഇപ്പൊ ഡിപ്രീഷ്യബിൾ ആയിട്ടുള്ള അസറ്റിന്റെ വാല്യുവേഷൻ ആണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ 1st April, ആ റെലവന്റ് പ്രീവിയസ് ഇയറിൽ 1st April അതിന് എന്താണോ റിട്ടേൺ ഡൗൺ വാല്യൂ അത് ആദ്യം എടുക്കണം. ദെൻ അതിനോട് കൂടി എന്ത് ചെയ്യണം, അതിന്റെ ആക്ച്വൽ cost of asset purchased during the year, it will be added. So it is the cost of the block of asset. Then അതിൽ നിന്നും മണി റിസീവ്ഡ് ഫോർ അസറ്റ് സെയിൽ ചെയ്തിന്റെ സമയത്ത് അതിന്റെ എത്രയാണോ നമുക്ക് കിട്ടിയത് അത് ഡിസ്കാർഡഡ് അല്ലെ, അല്ലെങ്കിൽ ഡിമോളിഷ്ഡ്. അപ്പൊ അത് ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്ത്, ഒഴിവാക്കുന്ന സമയത്ത്, അതിന്റെ വാല്യൂ കുറയുന്ന സമയത്ത് നമുക്ക് എന്താണോ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അത് then it is a value of the block of asset. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നമ്മൾ കുറെ ഡിപ്രീസിയേഷൻ പഠിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ എത്രയാണോ ഇവിടെ വരുന്നത് ആ റേറ്റ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് അതിന് മൈനസ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഇസ് എ ക്ലോസിംഗ് വാല്യൂ ഓഫ് ദി റിട്ടേൺ ഡൗൺ വാല്യൂ. ദാറ്റ് മീൻസ് റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിലാണ് നമ്മളത് വാല്യൂ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് വാല്യൂ ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് ഓൺ 31st March. അപ്പോൾ ഈ രീതിയിൽ പോയിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ഉള്ള രീതിയിലുള്ള അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഡിപ്രീസിയേഷൻ അലൗഡ് ആയിട്ടുള്ള ഒരു അസറ്റിന്റെ വാല്യൂ നമ്മൾ കണക്കാക്കും അല്ലെ. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കാം. ദെൻ അടുത്ത നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആ ഡിപ്രീസിയേഷന്റെ ക്വസ്റ്റ്യനും ഇതിനോട് കൂടെ തന്നെ വരാട്ടോ. നമ്മൾ ഇതും കൂടെ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരുന്നത്.
ദെൻ ഇനി നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷൻ ആണ് നോക്കേണ്ടത്. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ കുറച്ച് സെയിം തന്നെയാണ്, പക്ഷെ ചെറിയൊരു സ്ലൈറ്റ് ഒരു ഡിഫറൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ടേക്ക് വിത്ത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഫ്രം വിച്ച് വി ഹാവ് ടു ഡിഡക്ട്. ഇവിടെയാണ് വ്യത്യാസം ഉള്ളത്. സോ വി ഹാവ് ടു ടേക്ക് ദിസ് ആസ്പെക്ട്, ദാറ്റ് ഇസ് ദ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇതാണ്, നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. അത് അക്വയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പെർട്ടിക്കുലർ, ഇപ്പോൾ ഒരു അസറ്റിന് നമ്മളൊരു 10 വർഷം മുമ്പ് വാങ്ങിയ ഒരു അസറ്റിന് നമ്മൾ 10 lakhs കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് മേ ബി ഒന്നുകിൽ കുറഞ്ഞിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ കൂടിയിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ അതിന്റെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം ഇക്വേഷൻ അല്ലെങ്കിൽ സെയിം ഫോർമുല ബേസിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്, സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു വ്യത്യാസം ഉള്ളത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമ്മളത് ലോങ് പീരീഡ്, മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ 12 month അല്ലെ ഷെയർ ഒക്കെ ആകുമ്പോൾ, ഇനി അതല്ല ക്യാപിറ്റൽ അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് എത്രയേ ഉള്ളൂ, 36 monthന്റെ ഉള്ളിൽ തന്നെ നമ്മളത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ വലിയൊരു വേരിയേഷൻ അതിന്റെ പ്രൈസിൽ വരാൻ സാധ്യതയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവുന്ന സിറ്റുവേഷനിൽ അവിടെ എന്ത് വരുന്നുണ്ട്, അവിടെ അതിന്റെ വാല്യൂവിലും എതർ ഇറ്റ് ഇസ് ഓഫ് ആൻ ഇൻക്രീസ് അല്ലെ, അതല്ലെങ്കിൽ ഒരു ഡിക്രീസ് വരാം. അപ്പൊ നമ്മളത് ആ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്, അത് അക്വയർ ചെയ്യുന്നതും അതിന്റെ ഇംപ്രൂവ്മെന്റിലും വന്നിട്ടുള്ള ഇൻഡെക്സേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. Then cost of transfer, this will be deducted from the full value of consideration. Then also അവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, we have to get exemption provided under section 54, 54EC, 54F and 54B. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഡിഡക്ഷൻസ് നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ആ ഡിഫറൻസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, നമ്മൾ ആ ഡിഫറൻസ് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ടേമിന് ഇന്നതെല്ലാം കിട്ടുന്നുണ്ട്, ഷോർട്ട് ടേമിന് ഇന്നതെല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ദിസ് വിൽ ബി അലൗഡ് ആസ് an exemption. Okay, then the resulting figure will be the long-term capital gain. അപ്പോൾ സിമ്പിൾ ആയിട്ട് വരികയാണെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് എന്താണ്, കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും തന്നെയാണ്. പക്ഷെ അവിടെ വിൽ ബി ആൻ ഇൻഡെക്സേഷൻ. ഓക്കെ, ഇൻഡെക്സേഷൻ വിൽ ബി ടേക്കൺ. സോ ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉണ്ട്. അത് ഒഫീഷ്യൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ്, ഇൻഫ്ലേഷൻ ഇൻഡെക്സുകൾ ഉണ്ട് അല്ലെ. ആ ഇൻഡെക്സുകളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അതായത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അതാത് സമയത്ത് അവർ നോട്ടിഫൈ ചെയ്ത് പറയും, സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത് പറയും. അതാണ് നമ്മൾ ഇവിടെ ഇൻഡെക്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പൊ ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2001 to 200 rupees ആയിരുന്നു ഇവിടെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് പിന്നീട് എന്തായി, 2019-20 വന്നപ്പോഴത്തേന് 289 ആയി. അപ്പൊ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോസ്റ്റിൽ നിന്നും എന്ത് ചെയ്യണം, ഇത് എങ്ങനെയാന്നുള്ളത് നമ്മൾ ഇനി പറയും. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിന് മുമ്പ് ഇതൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്ന കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഒക്കെ തന്നെ റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ കോസ്റ്റ് പ്രൈസിലാണ്. ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് അല്ലെ. അതിലെ ഇൻഫ്ലേഷന്റെ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്ന കാര്യം അത് തന്നെയാണ്. അതിന്റെ ഒറിജിനൽ കോസ്റ്റ്, അതിന്റെ ആക്ച്വൽ കോസ്റ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ വാല്യൂലുള്ള ഇൻഫ്ലേഷൻ ഓരോ വർഷങ്ങളിലും 2001 വാങ്ങിയ ഒരു അസറ്റിന് 2015 എത്തുമ്പോഴത്തേനും ആ വാല്യൂല് വ്യത്യാസം വരും. പക്ഷെ നമ്മൾ ആ ബുക്ക് അതിന്റെ ആക്ച്വൽ കോസ്റ്റ് ആണ് റെക്കോർഡ് ചെയ്ത് വരുന്നത്. പക്ഷെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒന്നുകിൽ അത് നമ്മളൊന്ന് റീവാല്യൂ ചെയ്യാണ്. അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അതിന്റെ പ്രൈസ് ഹൈ ആയിരിക്കാം അല്ലെ, പ്രൈസ് കൂടാം, അതല്ലെങ്കിൽ ലോ പ്രൈസിനായിരിക്കാം. പർച്ചേസ് ചെയ്ത പ്രൈസ് ചെറിയ പ്രൈസിന് വിൽക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ കിട്ടും, അതല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റും വരാം. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു. നമുക്കിനി അടുത്ത ഇതിൽ ഇത് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കോസ്റ്റ് ഓഫ് ഇതും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പിന്നെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിലെ കുറച്ച് പ്രോബ്ലവും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.